നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം വികസിത പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ബി.ജെ.പിയുടെ ഭരണത്തിന് ഒരു അവസാനമുണ്ടാകും എന്ന് പലരും പല ഭാഗത്തു നിന്നും പ്രവചനങ്ങൾ നടത്തുമ്പോഴും ബി.ജെ.പിയെ സ്നേഹിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ ബഹുമാനിക്കുന്ന അത്തരത്തിലൊരു വികസനം എന്നും രാജ്യത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നതാണ് അത്തരം പ്രവചനങ്ങൾ. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ വീണ്ടും ഇന്ത്യ പഴയപടിയാകില്ലേ എന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു പ്രവചനം, ഈ പ്രവചനം ഈ രീതിയിൽ ചിന്തിക്കുന്നവർക്കൊക്കെ സന്തോഷമാകും. ഒപ്പം രാഹുൽ ഗാന്ധിക്ക് ഒരൽപ്പം ഞെട്ടലും ഉണ്ടാക്കും. ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രദീപ് ഗുപ്ത നടത്തിയ പ്രവചനത്തെക്കുറിച്ചാണ്. 2034 വരെ ബി.ജെ.പി ഭരിക്കും എന്നാണ് പ്രദീപ് ഗുപ്തയുടെ വാക്കുകൾ. കഴിഞ്ഞ 84 തെരഞ്ഞെടുപ്പുകളിൽ 76 ശരിയായി പ്രവചിച്ച വ്യക്തിയാണ് പ്രദീപ് ഗുപ്ത. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാന പ്രവചനം തമിഴ്നാട്ടിൽ നടൻ വിജയ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്നതാണ്. അങ്ങനെ പറഞ്ഞ ഒരേ ഒരു വ്യക്തി അദ്ദേഹമാണ്. ഭരണ നിർവഹണത്തിന്റെ കാര്യത്തിൽ മികച്ച പ്രകടനമാണ് ബി.ജെ.പി കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ആധിപത്യം തുടരുക തന്നെ ചെയ്യും എന്നാണ് പ്രദീപ് ഗുപ്ത പറയുന്നത്. എന്തായാലും അടുത്ത 20 വർഷത്തേക്ക് ബി.ജെ.പി ഭരണം ശക്തമായി തുടരും. പണ്ട് കോൺഗ്രസ് എങ്ങനെയാണോ നിരവധി ദശകങ്ങൾ അന്ന് കോൺഗ്രസിന്റെ കാലത്തുണ്ടായ ഒറ്റ പാർട്ടി ആധിപത്യം ഇന്ത്യയിൽ ബി.ജെ.പിയിലൂടെ തുടരുകയാണ് എന്നാണ് പ്രദീപ് ഗുപ്തയുടെ വാക്കുകൾ. കോൺഗ്രസിനെ അവരുടെ മോശം ഭരണം നടത്തിയ ആ ഒരു ഭൂതകാലം എന്നും വേട്ടയാടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യയിൽ ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ആധിപത്യത്തിന്റെ ഘട്ടം കുറഞ്ഞത് 20 വർഷമെങ്കിലും തുടരാം എന്ന് ആക്സിസ് മൈ ഇന്ത്യ മേധാവിയും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനുമായ പ്രദീപ് ഗുപ്ത. ഭരണകക്ഷിയുടെ തിരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള ശേഷി ഭരണം നിർവഹിക്കുന്നതിന്റെ നിലവാരവുമായും പൊതുജനങ്ങളുടെ പ്രതീക്ഷകളുമായും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പ്രദീപ് ഗുപ്ത പറയുന്നു. വാർത്താ ഏജൻസിയായ PTIക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. സ്വാതന്ത്ര്യാനന്തര കാലത്ത് കോൺഗ്രസ് അനുഭവിച്ചിരുന്ന ദശാബ്ദങ്ങൾ നീണ്ട ആധിപത്യവുമായി ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിയെ ഗുപ്ത താരതമ്യം ചെയ്യുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ മേൽക്കോയ്മയുടെ നീണ്ട ചക്രങ്ങളുണ്ട്. ബി.ജെ.പി ഇപ്പോൾ അത്തരമൊരു ഘട്ടത്തിന്റെ നടുവിലാണ് എന്നാണ് പ്രദീപ് ഗുപ്തയുടെ അഭിപ്രായം. രാഷ്ട്രീയത്തിൽ ഒരു പരിധിയുണ്ട്. മുൻപ് കോൺഗ്രസ് 1977 വരെ തുടർച്ചയായി ഭരിച്ചു. അതിനുശേഷം അവർ ബുദ്ധിമുട്ടുകൾ നേരിടാൻ തുടങ്ങി. അന്നൊക്കെ ഒരു രാഷ്ട്രീയ തലമുറ ഏകദേശം 20 വർഷം നീണ്ടു നിൽക്കും എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. ആ 20 വർഷത്തെ ചക്രം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പ്രദീപ് ഗുപ്ത പറയുന്നത്. ബി.ജെ.പി ശക്തമായ ഭരണം തുടർന്നും നൽകുകയും പ്രകടനത്തിൽ ഇടിവ് സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം വരും വർഷങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കേന്ദ്ര ശക്തിയായി തുടരാൻ സാധ്യത എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരുടെ പ്രകടനം ദുർബലമോ മോശമോ ആകുന്നതുവരെ അവർ ജയിച്ചുകൊണ്ടേയിരിക്കും. പ്രതിപക്ഷം തോറ്റുകൊണ്ടേയിരിക്കും. ബി.ജെ.പി നയിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഇത്തരത്തിൽ ആത്മവിശ്വാസം പറയുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ സ്വാഭാവികമായും പൊതുജനങ്ങളുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുമെന്ന കാര്യവും ഗുപ്ത പറയുന്നുണ്ട്. ഇത്രയും വലിയൊരു ജനവിധിക്കൊപ്പം ബി.ജെ.പിയിൽ നിന്നുള്ള പ്രതീക്ഷകളും വർദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ ബി.ജെ.പിക്കും എൻ.ഡി.എക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടി വരും. എല്ലാ പ്രബല രാഷ്ട്രീയ ശക്തിയും ഒടുവിൽ പ്രതീക്ഷകളുടെ ഭാരത്തിൽ നിന്നുള്ള സമ്മർദ്ദം നേരിടുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വലിയ ഉയരങ്ങളിലെത്തിയാൽ പിന്നീട് താഴേക്ക് വരാനുള്ള പ്രവണതയുണ്ടാകും. ബി.ജെ.പിയും ആ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ബി.ജെ.പിയിൽ നിന്നുള്ള പ്രതീക്ഷകൾ വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ബി.ജെ.പി കരുതലോടെ മുന്നോട്ട് പോകണം. കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയപരമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചും പ്രദീപ് ഗുപ്ത പറയുന്നു. പ്രതിപക്ഷ പാർട്ടി ഇപ്പോഴും തങ്ങൾ തെറ്റായി ഭരണ നിർവഹണം നടത്തിയെന്ന ധാരണയുടെ ഭാരം ചുമക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ വിശ്വാസം അവർക്ക് നേടിയെടുക്കാനായി കൂടുതൽ വർഷങ്ങൾ എടുത്തേക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്തായാലും ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് വിജയം പ്രധാനമായും ഹിന്ദു വോട്ട് ഏകീകരണം, മതപരമായ ധ്രുവീകരണം എന്നൊക്കെയാണ് കാരണമെന്ന് പറയുന്ന വാദത്തെയും ഗുപ്ത തള്ളിക്കളഞ്ഞു. പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ നോക്കൂ. പാർട്ടിയുടെ വളർച്ച, ഭരണം, നേതൃത്വം, സംഘടനാപരമായ ശക്തി ഇവ മൂലമാണ് എന്ന് ഗുപ്ത വിശദീകരിച്ചു. ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ വിജയമോ തോൽവിയോ നിർണ്ണയിക്കുന്ന ഘടകങ്ങളല്ല. ബി.ജെ.പിയുടെ വിജയം ഹിന്ദു വോട്ട് ഏകീകരണത്തിന് കാരണമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ സംസ്ഥാനങ്ങൾ നടന്ന നല്ല വികസനത്തെയും നല്ല പ്രവർത്തനങ്ങളെയും നിങ്ങൾ വില കുറച്ച് കാണിക്കുകയാണ് എന്നും അദ്ദേഹം പറയും. നരേന്ദ്രമോദിയുടെ ആകർഷണീയത, അമിത്ഷായുടെ സംഘടനാപരമായ കഴിവുകൾ, RSS ശൃംഖല, ഇത് മൂന്നും ബി.ജെ.പിയുടെ സ്വാധീനം സംസ്ഥാനങ്ങളിലുടനീളം വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്ന് തന്നെയാണ് പ്രദീപ് ഗുപ്ത വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.